ഹലോ ഗൈസ്, സുഖല്ലേ? ഇന്ന് യോമുൽ ജുമ പള്ളിയിലെല്ലാം പോയിട്ട് നേരെ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. പപ്പാടെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓരോ മെസ്സായിരുന്നു. പൊരിക്കടികളിലും പൊരിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഞാനും കൂടി മൂപ്പറൊക്കെ വെറൈറ്റിയെല്ലാം ആക്കിക്കൊണ്ടുണ്ട്. എന്താണെന്ന് കണ്ടിട്ട് തന്നെ അറിയണം. പത്തലിന്റെ മാവെല്ലാം കുഴച്ചുകൊണ്ടുണ്ട്. ഇന്ന് എന്തായിട്ട് പത്തലുണ്ട്. ചിക്കൻ ബ്രസ്റ്റെല്ലാം ഇട്ടിട്ട് നല്ല മസാലയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഷെഫിന്റെ ടോർട്ടില്ല വാൾപ്സ് ഉണ്ടായിന്. അതിലേക്ക് ആക്കി വെച്ച മസാലയെല്ലാം ഇട്ടിട്ട് നേരെ വെക്കാനുള്ള പരിപാടിയാണ്. നോക്കാൻ എങ്ങനെയാവുന്നു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അജ്മല് സാധനമെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ GRVന്റെ ഗീ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് നല്ല വാപ്സ് അങ്ങനെ വെച്ചുകൊടുക്കാൻ തുടങ്ങി. അത് വെക്കുന്നിടക്ക് എന്റെ കൈ ഒന്ന് പൊരിഞ്ഞു. അതിന്റെ കൂടെ തന്നെ മുറിഞ്ഞിനെങ്കിലും ഇങ്ങനെ ഉണ്ടായില്ല. ഇതിങ്ങനെ പുകഞ്ഞോണ്ട് നിക്കുന്നത്. എത്ര അല്ലേ ഉമ്മാമാറില് എത്ര പൊള്ളിയിട്ടുണ്ടാവും പാപ്പനപ്പൊ. അങ്ങനെ നല്ല തരിക്കഞ്ഞലായിക്കൊണ്ടുണ്ട്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഉണ്ട്. കാരണം പപ്പന്റെ മെസ്സാന്ന് കൈ നല്ല പാങ്ങിൽ പൊരിഞ്ഞു. അതുകൊണ്ട് പേസ്റ്റ് എല്ലാം തേച്ചിട്ടുണ്ട്. ഇന്ത്യ ആക്കുന്നത് വേദന എടുത്തോണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഷംനാക്ക് 2-3 സാധനമെല്ലാം കൊണ്ടിട്ടുണ്ട്. എവിടുന്നോ കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ തവിടം കാക്ക നടന്നുകൊണ്ടുണ്ട്. തരിക്കഞ്ഞല ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് കുടിക്കാൻ വേണ്ടിട്ട്. കടികളെല്ലാം ഫുള്ള് റെഡി ആയിട്ട് ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. ജ്യൂസും കാര്യങ്ങളിലും ഒഴിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാരും പട്ടത്തിലിരുന്നിട്ട് നോമ്പുറിക്കാൻ തുടങ്ങി. കുറച്ച് കെച്ചപ്പും കൂടി അതിന്റെ മുകളിൽ ഇട്ടിട്ട് തിന്നുമ്പോണ്ടല്ല അയ്യോ എന്ത് ടേസ്റ്റ് അറിയോ. ഓരോന്ന് തിന്നുകൊണ്ടുണ്ട്. അങ്ങനെ പത്തലും കറിയെല്ലാം ആടെ റെഡി ആയിക്കൊണ്ടുണ്ട്. അങ്ങനെ ആയ പത്തലിന് ഒരു പത്തലെടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടോടെ തിന്നുമ്പോണ്ടല്ല മോനെ എന്ത് പാങ്ങ്. അൽഹംദുലില്ലാ. കാരണം നോമ്പ് തുടങ്ങിയാലും ഫുഡ് എങ്ങനെയായാലും നല്ല പാങ്ങിലുണ്ടാവും. ഷിയാ പറഞ്ഞ് അലിസ കൊണ്ടിട്ടുണ്ടെന്ന്. ആ അലിസന്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ ചൂടോട് തിന്നുമ്പോണ്ടല്ല ആടിന് അതെല്ലാം തിന്നിട്ട് നേരെ തറാവിസ്കരിക്കാൻ പോയി. തറാവിസ്കരിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടും പപ്പന്റെ ചുടല് കഴിഞ്ഞിട്ട് ആ പാവം നിന്ന് കാലില് വേനെടുക്കാൻ തുടങ്ങി. ഇതെന്തിടാ ബർക്കത്താരുണ്ട്, ഇത് ചുട്ടിട്ട് കഴിഞ്ഞില്ലാന്ന് പറഞ്ഞു. നല്ല തേങ്ങ അരച്ച കറിയും ഉണ്ടാക്കിനി, നല്ല ചിക്കൻ കറി. അതും ഈ പത്തലും കൂട്ടിട്ട് തിന്നുമ്പോണ്ടല്ല നാട്ടിലത്തെ ആ ഒരു തന്നെ വരുന്നു. ഉമ്മാലിങ്ങനെ വെക്കുന്നുണ്ട്. അതെല്ലാം ഭയങ്കര മിസ്സാണ്. അങ്ങനെ അതെല്ലാം തിന്നിട്ട് നമ്മള് കിടന്ന്. അപ്പൊ ഓക്കെ, ബൈ.